ടണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് കണ്ണൂർ ചിറക്കലിൽ നിർമ്മിക്കുന്ന മഹാകവി ചെറുശ്ശേരി സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. മലയാള സാഹിത്യത്തിന്റെ മഹത്വം ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിച്ച മഹാകവി ചെറുശ്ശേരിയുടെ സ്മരണയ്ക്കായി നിർമ്മിക്കുന്ന സ്മാരകം സാഹിത്യ ഗവേഷണത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യമുള്ള കേന്ദ്രമായി മാറുമെന്ന് മന്ത്രി പറഞ്ഞു. ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ കെ വി സുമേഷ് MLA അധ്യക്ഷനായി. അത് രാജകീയ പ്രഭാവത്തിൻ്റെയും രാജകീയമായ ഭൂതകാല ചരിത്രത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെ ഒരു ആവിഷ്കാര സൗന്ദര്യം, അത് ഭക്ത്യാദരപൂർവ്വം അത് ധന്യമാക്കുന്ന ചടങ്ങുകൾ. ദരിദ്ര സ്മാരക നിലയത്തിൽ 1675 ചതുരശ്രടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന മുകളിലത്തെ നിലയിൽ ലൈബ്രറിയിൽ പ്രധാനപ്പെട്ട പുസ്തകം ശേഖരങ്ങളോടൊപ്പം കൃഷ്ണഗാഥ ശ്രവിക്കാനുള്ള സംവിധാനം, 600 പേർക്ക് ഇരിപ്പിടം കണക്കാക്കുന്ന തരത്തിൽ മുറ്റം ക്രമീകരിക്കുന്ന വകകൾ, അങ്ങനെ സാങ്കേതിക വിഷയങ്ങളൊക്കെ ഉണ്ട്. ശുചിമുറി സംവിധാനം, പ്രസ്തുത പ്രവൃത്തികൾ സാങ്കേതിക അനുമതി 2021-2026 നൽകി കഴിഞ്ഞു. എസ്റ്റിമേറ്റ് കാര്യങ്ങൾ ഈ പദ്ധതി സുഗമമായ നടത്തിപ്പിന് ഗ്രാമപഞ്ചായത്ത്, തദ്ദേശവാസികൾ തുടങ്ങിയവരിൽ എല്ലാവിധ സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ ബൃഹത് പദ്ധതിക്ക് അനുമതി നൽകിയ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രധാനമായും സ്ഥലം MLA കൂടിയായ കെ വി സുമേഷ്. ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന തലത്തിലേക്ക് ചെറുശ്ശേരി സ്മാരകം മാറുമെന്ന് MLA പറഞ്ഞു. ചിറക്കൽ കോവിലകം വലിയരാജ, CK രാമവർമ്മ രാജ, SRD പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി. ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ ക്ഷേത്രാചാരങ്ങൾക്ക് വിഘാതം വരാതെ മ്യൂസിയം, വൃന്ദാവൻ, ഓപ്പൺ സ്റ്റേജ് എന്നിവയാണ് പദ്ധതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1672 ചതുരശ്ര അടി വിസ്തൃതിയുള്ള മ്യൂസിയത്തിന്റെ താഴത്തെ നിലയിൽ താളിയോലകളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മുകളിലെ നിലയിൽ പ്രധാനപ്പെട്ട പുസ്തക ശേഖരങ്ങളോടൊപ്പം കൃഷ്ണഗാഥ ശ്രവിക്കാനുള്ള സൗകര്യത്തോടു കൂടിയ ലൈബ്രറിയും ഒരുക്കും. 600 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ മുറ്റവും 1229 ചതുരശ്ര അടി വിസ്തൃതിയുള്ള സ്റ്റേജും ഗ്രീൻ റൂമും നിർമ്മിക്കും. സന്ദർശകർക്കായി ശുചിമുറി സൗകര്യവും മുകളിലത്തെ നിലയിൽ ജലസംഭരണിയും ഒരുക്കും. പദ്ധതിയിൽ മനോഹരമായ പൂന്തോട്ടവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2.084 കോടി രൂപ ചെലവിലാണ് സ്മാരകം നിർമ്മിക്കുന്നത്. കഥാകാരൻ T. പത്മനാഭന്റെ ഇടപെടലുകളും സ്മാരകം യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായകമായി. വാസ്തുവിദ്യ ഗുരുകുലമാണ് ഡിസൈൻ തയ്യാറാക്കിയത്. പദ്ധതിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ചിറക്കൽ കോവിലകം ട്രസ്റ്റിന്റെ അധികാരപരിധിയിൽ ചിറക്കൽ വില്ലേജിലാണ് സ്മാരകം നിർമ്മിക്കുന്ന ക്ഷേത്രഭൂമി. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ N. വിനയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം.
ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.